ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുട്ട ബജി ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ മുട്ട ബജി ഉണ്ടാക്കാൻ ഞാൻ 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലേശം ഉപ്പിട്ടിട്ട് അടുപ്പത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കുക. അതിന് ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പിന് 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ് പാകം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഒരു നുള്ള് സോഡാപ്പൊടി, ഇതൊക്കെ ഇട്ടെടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. ഇത് മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ മാവ് കലക്കിയെടുക്കാനായിട്ട്. വല്ലാതെ ലൂസും ആവരുത്, വല്ലാതെ കട്ടിയാവരുത്. ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പാകത്തിലാണിത് കലക്കിയെടുക്കേണ്ടത്. ഈ ഒരു പാകത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. പുഴുങ്ങാൻ വെച്ച മുട്ട ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. അതൊന്ന് ചൂടാറിയതിന് ശേഷം പൊളിച്ചെടുക്കണം. ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരു നുള്ള് കായപ്പൊടി ചേർത്തേണ്ടീന് കേട്ടോ, അത് മറന്നുപോയതാണ്. അപ്പോൾ ഒരു നുള്ള് കായം വെള്ളത്തിൽ കലക്കിയിട്ട് ഇപ്പം ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പം മുട്ടയൊക്കെ തോല് കളഞ്ഞിട്ട് ഓരോ മുട്ടയും നടുക മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഓരോ മുട്ടേൻ്റെ പീസുകളും എടുത്തിട്ട് മാവിൽ നല്ലതുപോലെ മുക്കിയതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ പീസുകളും മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്കുള്ള പാകത്തിനുള്ള പീസുകളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു ബ്രൗൺ കളറായതിന് ശേഷം കോരി മാറ്റുക. ഇങ്ങനെ ഒരു മുട്ട ബജി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.